എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ 2 അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ 2 ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ട് എപ്പോഴും ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ഇടിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ തീയെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഗോതമ്പൊടിയുടെ ഒരു കളറൊന്നും ഒരിക്കലും മാറിപ്പോകരുത്. നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരിക്കലും തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇതുപോലെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഇതുപോലെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പൊടിക്ക് നല്ലൊരു ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ തന്നെ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പാൻ്റെ ഒരു ചൂടും കൊണ്ട് വീണ്ടും ഇതിന്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. ഇനി ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പൊടി ഒന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കണം. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടി കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഗോതമ്പൊടി വാട്ടി കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കേട്ടോ നമ്മളിത് വാട്ടി കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിക്ക് വേണം വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവിന് കുറച്ചെങ്കിലും ഒരു കട്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് വാട്ടിക്കുഴയ്ക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ ബലമൊന്നും പിടിക്കാതെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ തിളച്ച് കിടക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വാട്ടിക്കുഴച്ചിട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളം കൂടിയും പോവരുത്. ഞാൻ ആ ഒരു മാവിൻ്റെ ഒരു കറക്റ്റ് പാകം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലേ, ഈ ഒരു പാകത്തിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വാട്ടിക്കുഴയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു മാവിനൊരു ചെറു ചൂടുണ്ടായിരിക്കും. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിത് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മാവ്. ഒട്ടും തന്നെ മാവിന് ബലം കാണരുത്. അങ്ങനെ ഈ ഒരു മാവിന് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടില്ല. ഇനി നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പം വാഴയിലയിലാണ് ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത്. വാഴയില നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നമുക്കിതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇടിയപ്പത്തിന്റെ ഒരു അച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവിന്റെ ഒരു പകുതിയോളം ഈ ഒരു ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. അപ്പൊ ഇതുണ്ടല്ലോ, ഇതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് കൊടുത്ത് ഈ ഒരു അച്ചി ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇലയിൽ ഇതുപോലെ ചുറ്റിച്ചൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ഇത് കണ്ടല്ലോ, ഒരു 2-3 തവണ ഒന്ന് ചുറ്റിച്ച് ആ ഒരു ഇടിയപ്പം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ വാഴയിലയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ വാഴയിലയിൽ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ട് വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഇതുപോലെ ഇഡലി തട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടെണ്ണം മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. മാക്സിമം ഒരു 3-4 വരെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തല ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമ്മൾ നല്ല ചൂടാക്കി നന്നായിട്ട് വാട്ടി കുഴച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി അടുത്ത റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല മൊരിഞ്ഞ പാലപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താൽ മതി. ബാക്കി ചേർത്ത് കൊടുക്കുന്ന ചേരുവകളും ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് പൊടി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചോറാണ്. ഇനി ഇതുപോലെ ഒരു മിക്സിഡ് ഈ ഒരു ജാർ എടുക്കുക. നമ്മൾ ഗോതമ്പൊടി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നോർമൽ വാട്ടർ ആണ്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അളന്നിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പൊടിയും തേങ്ങയും ചോറും ഒക്കെ ഇല്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് ഈസ്റ്റിന്റെ ഒരു ചവയൊന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴകിയിട്ടുള്ള ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ മിക്സിയിലൊന്ന് പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലേ നല്ലപോലെ തന്നെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടിക്കാണ് നമ്മളൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ആ ഒരു മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. അല്ലെങ്കിൽ തന്നെ ഗോതമ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. നമ്മൾ ഈ ഒരു ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഗോതമ്പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പാലപ്പത്തിന്റെ മാവിരിക്കേണ്ടത് ഈ ഒരു കട്ടിക്കാണ്. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായും പോവുകയും ചെയ്യരുത് മാവ്. ഈ ഒരു കട്ടിക്ക് വേണട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എടുക്കുന്ന ഗോതമ്പൊടിയുടെ അനുസരിച്ച് മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിന് മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു അപ്പത്തിന് നല്ലൊരു മയവും പെട്ടെന്ന് പുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പോലെ തന്നെ ഈ ഒരു പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് കൂടുതലെടുത്തുന്നിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് ഒരു 1/2 മണിക്കൂർ മതി. നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ഒരു 30 മിനിറ്റ് 1/2 മണിക്കൂർ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഈ ഒരു മാവൊന്ന് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മാവൊന്ന് പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാലപ്പത്തിന് ഈ ഒരു ചട്ടിയെ ചെറിയൊരു ചൂടിൽ കിടക്കാണ്. ഇതിലേക്ക് നമുക്കൊരു 1.25 തവിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊന്ന് ചുറ്റിച്ചു കൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് എല്ലായിടത്തും വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു ഗോതമ്പൊടി കൊണ്ടുള്ള ഈ ഒരു പാലപ്പം നമ്മൾ ഇതുപോലെ ചുട്ടിയിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് നല്ല കറിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും ഒന്ന് ചുട്ടിട്ടെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 10-15 അപ്പത്തോളം നമുക്ക് കിട്ടും 2 കപ്പ് അളവിൽ മാവിൽ.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പാലപ്പം എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരപ്പം നോൺ വെജ് കറിയുടെ കൂടെയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുടെ കൂടെയും എല്ലാ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.